സമ്പന്നരുടെ ജീവിതം അന്ധമായി അനുകരിക്കാനുള്ള ഒരു ത്വര പൊതുവേ ആളുകൾക്കിടയിലുണ്ട്. ലേറ്റസ്റ്റ് മോഡൽ മൊബൈൽ ഫോൺ, പുത്തൻ കാറുകൾ, വില കൂടിയ ബൈക്ക്, അങ്ങനെ ആഡംബരത്തിൻ്റെ മോഹവലയത്തിൽ പെട്ടുപോകുന്ന പുതിയ തലമുറ. പലപ്പോഴും ഇതും കൊണ്ട് നടക്കുന്ന ആളുകളെ അനുകരിക്കാനുള്ള ശ്രമം. എളുപ്പത്തിൽ പണമുണ്ടാക്കാനായി കുറുക്കുവഴികൾ തേടുന്നു ഇപ്പോഴത്തെ പല ചെറുപ്പക്കാരും. മോഡലിംഗ് രംഗത്തുള്ള ഒരു 22-കാരി മയക്കുമരുന്ന് വ്യാപാരത്തിൻ്റെ പ്രധാന കണ്ണിയായെന്ന് കഴിഞ്ഞ ദിവസം വന്ന വാർത്ത ശരിക്കും എന്നെ ഞെട്ടിച്ചു കളഞ്ഞു. കാര്യം അക്ഷരാർത്ഥത്തിൽ സർഗ്ഗലോകത്ത് വാഴേണ്ട ഒരു പെൺകുട്ടി മയക്കുമരുന്ന് ലോകത്തേക്ക് മൂക്കുകുത്തി വീണു എന്ന് പറയുമ്പോൾ ഞാനും നിങ്ങളും നടുങ്ങിപ്പോകും. മയക്കുമരുന്ന് സംഘങ്ങളും കൊട്ടേഷൻ ആളുകളും തമ്മിലുള്ള ബന്ധങ്ങളും ആശങ്കപ്പെടുന്ന രീതിയിൽ നമ്മുടെ പല നഗരങ്ങളിലും വളരുകയാണ്. കൊച്ചി നഗരം ശാന്തമായി ഒഴുകുമ്പോൾ അതിൻ്റെ അടിവേരുകൾ തോണ്ടിയാൽ അധോലോകത്തിൻ്റെ പ്രതിഫലനങ്ങൾ പലയിടത്തും കാണാം. പോലീസ് മെഷീനറികൾ സജീവമാകുമ്പോഴും ഈ മയക്കുമരുന്ന് അധോലോക ലോബികൾ സജീവമാകുന്നു എന്ന വാർത്ത നമ്മളെ അമ്പരപ്പിക്കുന്നു, നൊമ്പരപ്പെടുത്തുന്നു. സർക്കാർ കർശനമായ നിലപാട് സ്വീകരിക്കുന്നില്ലെങ്കിൽ കൂടുതൽ ആളുകൾ ഇത്തരം മാഫിയകളുടെ ഭാഗമാകാം. കുട്ടികളെയും വിദ്യാർത്ഥികളെയും വഴിതെറ്റിക്കാനും ഈ മാഫിയ തയ്യാറാകുന്നു. മയക്കുമരുന്നിനെ അടിമയാക്കുന്നു, പലപ്പോഴും അവരെ കാരിയറാക്കി മാറ്റുന്നു. ഇതിൽ പലപ്പോഴും ആൺപെൺ വ്യത്യാസമില്ല എന്നത് നമ്മളെ അതിലും അമ്പരപ്പിക്കുന്നു. ഭാവി തലമുറയുടെ വിനാശത്തിലേക്കുള്ളൊരു യാത്രയാണ് നമ്മളിവിടെ തുടങ്ങി വയ്ക്കുന്നത്. ജനങ്ങളുടെ കൂടെ പിന്തുണയുണ്ടെങ്കിൽ മാത്രമേ ഈ നരാധമന്മാരെ പോലീസിനും എക്സൈസിനും അമർച്ച ചെയ്യാൻ കഴിയൂ. സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിറങ്ങിയാൽ നമുക്ക് കടയറത്ത് വീഴ്ത്താൻ കഴിയുന്ന ഒരു മാഫിയ സംഘം മാത്രമേ കേരളത്തിലുള്ളൂ എന്നത് മറ്റൊരു കാര്യം. പക്ഷേ ആ ആർജവം സർക്കാർ കാണിക്കണം. ഇതിനായി ഉണർന്നെഴുന്നേൽക്കുമ്പോൾ ജനങ്ങൾ അണമുറിയാത്ത പിന്തുണ സർക്കാരിന് കൊടുക്കുകയും വേണം.